കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആൾക്കാരിലൊക്കെ ഒരുപാട് ഭീതിയുണ്ട്. ഒരു അനാഫിലാക്സിസ് കേസിൽ മരണം സംഭവിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ഭീതിയാണ്. എല്ലാ ആശുപത്രികളിലും അതിൻ്റെ ഇതുപോലെ അലർജിക്ക് ഒരു മരുന്ന് കൊടുക്കുകയാണ്, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നൊക്കെ സാഹചര്യത്തിൽ പലർക്കും ഇതുകൊണ്ടാണ് അതുണ്ടായത് എന്നുള്ള രീതിയിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലും അതുകൊണ്ടല്ല. അത് റിഫ്രാക്ടറി അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അനാഫിലാക്സിസിൽ ഒരു മരണ സാധ്യത എന്ന് പറയുന്നത് 0.9% വരെയാണ് മരണസാധ്യത. പക്ഷേ റിഫ്രാക്ടറി അനാഫിലാക്സിസിൽ ഇതിൻ്റെ സാധ്യത അതിലേറെ എത്രയോ മടങ്ങാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരുപാട് ആശങ്കകളും ഭീതിയും നിറഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ല. പല കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു റിയാലിറ്റിയും ജനങ്ങൾ നൽകുന്ന വ്യാഖ്യാനവും വ്യത്യാസമായിരിക്കും. ജനങ്ങൾ പലപ്പോഴും മീഡിയകളൊക്കെ പ്രതികരിക്കുന്നത് ജനങ്ങൾ നൽകുന്ന ഈ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചായിരിക്കും. അതിൻ്റെ സത്യാവസ്ഥയും ചിലപ്പോൾ അതിന് ബന്ധമുണ്ടായിക്കൊള്ളണം എന്നില്ല. പലപ്പോഴും ഗൈനക്കോളജി വിഭാഗത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന പല മരണങ്ങൾക്കൊക്കെ കാരണങ്ങൾ ആ ഡോക്ടർമാരാണ്, ആശുപത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്കതിലൊരു റോളും ഉണ്ടാവില്ല. പല അസുഖങ്ങൾക്കും ഉണ്ടാകുന്ന നോർമലായിട്ട് പല സീരിയസ് ആയിരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്കമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തം കാരണം ഇവരല്ല, കുറച്ച് പേര് മരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം കാരണം. എന്നാൽ മഹാഭൂരിഭാഗം പേരും മഞ്ഞപ്പിത്തം കാരണം രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ആ കുറച്ച് പേര് മരിക്കുക എന്നുള്ളത് അവരുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസിനനുസരിച്ച് വരുന്നതാണ്. അത് ഏതൊരു ആശുപത്രിയിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഡോക്ടർമാർക്കോ ഒന്നും പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. അവരെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമവും അവർ നടത്തിയിട്ടും ഉണ്ടാവും. എന്നാലും അത് സംഭവിക്കും. അത് ഈ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതിലേറെ ഉണ്ടാവുമായിരുന്നെങ്കിലും ഇപ്പം ആ നൂതന ചികിത്സകളൊക്കെ വന്നതിന് ശേഷം അത് കുറവാണ് എന്ന് മാത്രം. അതിന് മുൻപായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അലർജി, എന്താണ് അനാഫിലാക്സിസ്, എന്താണ് റിഫ്രാക്ടറി അനാഫിലാക്സിസ്? അലർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തു വരുമ്പം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. ചിലപ്പം ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇമ്മ്യൂൺ സെൽസ് തന്നെ, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ തന്നെ കയറി ആക്രമിക്കാനുണ്ടാകുന്ന ചെറിയ റിയാക്ഷൻസാണ്. ചിലപ്പോൾ ചൊറിച്ചിൽ, ഒരു തീറ്റൽ, ചിലപ്പോൾ ഒരു തണർപ്പ്, അല്ലേ, കുറച്ച് ചോപ്പ്, ചിലർക്ക് ചെറിയൊരു ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വന്ന് അത് മാറിപ്പോവും. അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലർജിയുടെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഈ അനാഫിലാക്സിസിലും ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് റിഫ്രാക്ടറി അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. റിഫ്രാക്ടറി അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന മരുന്നുകളൊന്നും അതിനോട് പ്രതികരിക്കാത്തൊരു സാഹചര്യമാണ്. കൊടുക്കുന്ന മരുന്നുകൾ പ്രതികരിക്കാതിരിക്കുമ്പം കൂടുതൽ അത് വഷളാവുകയും അത് അപകടങ്ങളുടെ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരു കേസാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലുണ്ടായത്. അതിന് ആശുപത്രിക്ക് ഉത്തരവാദിയാണ്. ആശുപത്രി ഇതെന്ന് പറയുന്നതിൽ നമുക്ക് കാര്യമൊന്നുമില്ല. അത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുള്ളൂ. ആ സംഭവിക്കുന്ന സിറ്റുവേഷനിൽ പലപ്പോഴും പൊതുജനങ്ങളുടെ ഒരു ഭാഷയിൽ എന്താവും, അവർ അതിന് പ്രതിക്കൂട്ടിലാവുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ഈ റിഫ്രാക്ടറി അനാഫിലാക്സിസ് കേസിൽ നമ്മൾ നോർമൽ കൊടുക്കുന്ന ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അത് ഫലിക്കാതെ വരികയും പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം അറസ്റ്റിലാവുക, ഹൃദയത്തിൻ്റെ കാർഡിയാക് അറസ്റ്റ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം അറസ്റ്റിലാവുക, എന്നിട്ട് മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ നോർമൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ആ നോർമൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സാധാരണ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ബ്രോൺകോസ്പാസം, ബ്രോൺകസ് ചുരുങ്ങി പോകുന്നൊരവസ്ഥ, ആ സമയത്ത് നമുക്ക് ശ്വാസം തീരെ കിട്ടൂല. പിന്നെ ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ പറ്റ ലോ ആയി പോകുന്ന സാഹചര്യം. പിന്നെ ആൻജിയോ എഡിമ എന്നൊക്കെ പറയുമല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന വീക്കം, ഇതൊക്കെ കുറയാതെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇത് റിഫ്രാക്ടറി അനാഫിലാക്സിസ് ആണെന്ന്. കാരണം ഇപ്പം എന്താവും, അത് നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുക. മനസ്സിലായില്ലേ? മറ്റേത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുമ്പോഴേക്ക് അത് റെസ്പോണ്ട് ചെയ്യും, ഈ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാവുക. പിന്നെ ഈ എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ബ്ലഡ് പ്രഷർ ഇങ്ങോട്ട് നോർമൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒന്ന് കൂടി വരാത്ത സാഹചര്യം വരുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഡൗണായി പോകുന്ന, വീണ്ടും ഡൗണായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. പ്രഷർ ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എയർവേ, ശ്വാസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ട് വരാൻ വേണ്ടിയുള്ള ഈ എയർവേ, ഇത് അങ്ങോട്ട് വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഇത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, എത്ര ട്രീറ്റ്മെൻറ്റിനും ഫലിക്കാത്തതുകൊണ്ട് ആ ചുരുക്കൽ വീണ്ടും കൂടി വരികയും ആ ഒബ്സ്ട്രക്ഷൻ കൂടി വരികയും ചെയ്യും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ശ്വാസം തീരെ ഉള്ളിലോട്ടെത്താത്ത സാഹചര്യം വരും. ഒരു റിഫ്രാക്ടറി അനാഫിലാക്സിസിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ തൈയിൽ അഡ്രിനലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ഈ അഡ്രിനലിൻ ഇഞ്ചക്ഷൻ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും അത് പല തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ്
ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് 5-10 മിനിറ്റ് ഡ്യൂറേഷൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്തത് കൊടുക്കില്ല. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ മസിലിനാണല്ലോ കൊടുക്കുന്നത്. എന്നിട്ടും ഫലിക്കുന്നില്ലെങ്കിൽ IV ആയിട്ട് കൊടുക്കും, വെയിനിലൂടെ കൊടുക്കും. ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലർജി തടയാൻ സഹായിക്കുന്ന ആൻറ്റിഹിസ്റ്റാമിനിക്സ്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, പിന്നെ IV ഫ്ലൂയിഡ്, BP കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ. പിന്നെ ഈ ശ്വാസകോശം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ശ്വാസനാളം ചുരുങ്ങി പോകുന്നതുകൊണ്ട് ഇതിനെ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രോൺകോ ഡൈലേറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് കൊടുക്കും. പിന്നെ എത്രയായിട്ടും പ്രഷർ ഇങ്ങോട്ട് കൂടി വരാത്തൊരു സാഹചര്യത്തിൽ വാസോപ്രസൽസ് കൊടുക്കും. അഡ്രിനലിൻ ഇഞ്ചക്ഷന് എഫക്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ പിന്നെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് കൊടുക്കുക. ഈ റിഫ്രാക്ടറി അനാഫിലാക്സിസ് ചിലപ്പം ഈ ട്രീറ്റ്മെൻറ്റ് വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താക്കും, ഇതിന് ചില ആൾക്ക് ചിലപ്പം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഡോസിൽ ഈ അഡ്രിനലിൻ ഇഞ്ചക്ഷൻ എത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ റിഫ്രാക്ടറി അനാഫിലാക്സിസ് വരാം. പിന്നെ ചില രോഗങ്ങളുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ബ്രോൺകിയൽ ആസ്തമ, ഇതൊരു അലർജി രോഗമാണ്. ഇതുള്ളവർ ചില ഹൃദ്രോഗങ്ങളുള്ളവർക്ക് ഇവർക്കെല്ലാം എന്താവും, ചിലപ്പം ഇത് ഫലപ്രദമായിട്ട് അങ്ങോട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചുകൊള്ളണമെന്നില്ല. ഇപ്പോൾ റിഫ്രാക്ടറി അനാഫിലാക്സിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില മെഡിസിൻസ് കഴിക്കുന്നില്ല, പറ്റിയത് ബീറ്റ ബ്ലോക്കേഴ്സ്, എയ്സ് ഇൻഹിബിറ്റേഴ്സ്, ഇതൊക്കെ ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടിയില്ല. ഇത് കഴിക്കുന്നവർക്കും ചിലപ്പോൾ എന്താക്കാൻ പറ്റും, ഇത് ചിലപ്പോൾ അങ്ങോട്ട് ഫലിച്ചോളണമെന്നില്ല. ഇതെല്ലാവരും ഒന്നും ബാധകമല്ല. ഇതൊക്കെ ലക്ഷങ്ങളോ കോടിയിലോ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ്. ഭൂരിഭാഗം പേരും അനാഫിലാക്സിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വന്ന അനാഫിലാക്സിസ് വന്ന രോഗികൾക്കൊക്കെ ഒരുപാട് ആശങ്കയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണോ, അത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രി തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അവിൽ ഇഞ്ചക്ഷൻ കൊടുത്തവർക്ക് ഇത് ഞാൻ അടിച്ചു പോവുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മരുന്നിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. ഇത് അപൂർവമായിട്ട് വരുന്ന, വളരെ റെയറായിട്ട് വരുന്ന, ഒരു ആശുപത്രിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കേസ് മാത്രമാണത്. മനസ്സിലായി? ഇനിയിപ്പോൾ ഈ റിഫ്രാക്ടറി അനാഫിലാക്സിസ് ഈ അലർജികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലർജിയുള്ള ആൾക്കാർ ഒരു അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുന്നത് തടയാൻ പറ്റുന്ന എന്തെങ്കിലും മെഡിസിൻസ് കയ്യിൽ വെക്കണം എന്നുള്ള. വേണമെങ്കിൽ നമുക്കൊരു ബ്രേസ്ലെറ്റ്, ഹെൽത്ത് ബ്രേസ്ലെറ്റ്, ഞാനൊരു അലർജി പേഷ്യൻ്റാണ്, എൻ്റെ കയ്യിൽ മെഡിസിൻ ഉണ്ട് എന്നുള്ളത് യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക ആൾക്കാർ. അങ്ങനത്തെ ഒരു വാർണിംഗ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വരുന്ന സമയത്ത് തന്നെ അലർജി കുറക്കാൻ വേണ്ടിയുള്ള മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. പിന്നെ എപ്പിനെഫ്രിൻ ഓട്ടോ ഇഞ്ചക്ടർ ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്ന പോലെ നമ്മളെ ഈ തുടയിൽ നമുക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അലർജി പ്രോഗ്രസ് ചെയ്ത് അനാഫിലാക്സിസിലേക്കും അനാഫിലാക്റ്റിക് ഷോക്കിലേക്കും അല്ലെങ്കിൽ റിഫ്രാക്ടറി അനാഫിലാക്സിസിലൊക്കെ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ റിഫ്രാക്ടറി അനാഫിലാക്സിസ് ഈ അലർജികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലർജിയുള്ള ആൾക്കാർ ഒരു അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുന്നത് തടയാൻ പറ്റുന്ന എന്തെങ്കിലും മെഡിസിൻസ് കയ്യിൽ വെക്കണം എന്നുള്ള. വേണമെങ്കിൽ നമുക്കൊരു ബ്രേസ്ലെറ്റ്, ഹെൽത്ത് ബ്രേസ്ലെറ്റ്, ഞാനൊരു അലർജി പേഷ്യൻ്റാണ്, എൻ്റെ കയ്യിൽ മെഡിസിൻ ഉണ്ട് എന്നുള്ളത് യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക ആൾക്കാർ. അങ്ങനത്തെ ഒരു വാർണിംഗ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വരുന്ന സമയത്ത് തന്നെ അലർജി കുറക്കാൻ വേണ്ടിയുള്ള മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. പിന്നെ എപ്പിനെഫ്രിൻ ഓട്ടോ ഇഞ്ചക്ടർ ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്ന പോലെ നമ്മളെ ഈ തുടയിൽ നമുക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അലർജി പ്രോഗ്രസ് ചെയ്ത് അനാഫിലാക്സിസിലേക്കും അനാഫിലാക്റ്റിക് ഷോക്കിലേക്കും അല്ലെങ്കിൽ റിഫ്രാക്ടറി അനാഫിലാക്സിസിലൊക്കെ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. എന്തായാലും ഈ വിഷയത്തിലുള്ള ആശങ്കകളൊക്കെ തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ആരും ആശങ്കപ്പെടേണ്ട, ഭീതി ആവശ്യമല്ല. നമ്മൾ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റൊരു വസ്തുത ഉണ്ടാവും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ വാർത്തകളും മറ്റതും കേട്ടിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ആശങ്ക പൂണ്ട് ആകെ നിന്ന് കഴിഞ്ഞാൽ ആ ഭീതിയോണ്ട് തന്നെ ചിലപ്പം ഇതിലേറെ വലിയ ക്രൈസിസ് ഉണ്ടാവും. ഭീതിയുള്ള മനസ്സുമായി നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ മതി.